Hello guys, Assalamu alaikum. Welcome back to Hana's World. എല്ലാവർക്കും ഒരിക്കൽ കൂടി Hana's Worldലേക്ക് സ്വാഗതം. എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ ചാനലിന്റെ പേരിൽ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. നമുക്ക് നമ്മുടെ ഡിഷ് എന്താന്ന് നോക്കിയാലോ. നമ്മുടെ ഓണത്തിനനുബന്ധിച്ച് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും വിചാരിക്കും പായസമാണെന്ന്, ബട്ട് ഒരു അടിപൊളിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബോളി, നമ്മുടെ നാടൻ ട്രിവാൻഡ്രം സ്റ്റൈൽ ബോളിയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മുടെ മമ്മീസ് കിച്ചണിലോട്ട് പോകാം. ഹലോ, എല്ലാവർക്കും നമ്മുടെ കിച്ചണിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവരും കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സൂപ്പർ ഒരു ബോളിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും നമ്മുടെ കിച്ചണിൽ വെച്ച് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതെങ്ങനെ കഴിക്കണേന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ്ട് ഈ ഒരു ബോളി എടുത്ത് നമ്മളൊരു പ്ലേറ്റിൽ വയ്ക്കുക. കാരണം നമ്മുടെ നാട്ടിലൊക്കെയാണ് ഈ വാഴയിലയിൽ വെച്ചാണ് കഴിക്കുന്നത്. അതിലോട്ട് ഒരു കുറച്ച് പാലട പ്രഥമൻ ഞാൻ ഒഴിക്കുന്നുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഇതുപോലെ നമ്മൾ പായസത്തിലൊന്ന് ബോളി മുക്കുക. എന്നിട്ട് നമുക്കൊന്ന് വായിലോട്ട് വെച്ച് കൊടുക്കുക. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ബോളിക്ക്. അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടേക്കണേ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങും. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് മാവ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് മാവ് ഞാൻ ലെവൽ ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അത് നമുക്ക് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഉപ്പും മഞ്ഞളും ഒക്കെ നന്നായിട്ട് മിക്സ് ആവണം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഞാൻ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത്രയും വെള്ളം ആവത്തില്ല. ഞാൻ ഇത് കുഴച്ചതിന് ശേഷം ഫൈനലി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ കുറച്ച് ഒഴിച്ച് വേണം നമ്മൾ ഈ ഡോ ഒന്ന് കുഴച്ചെടുക്കാനുള്ളത്. നല്ല സ്റ്റിക്കി ആയിട്ടുള്ള പരുവത്തിൽ വേണം. അതാ കണ്ടില്ലേ, കൈയൊക്കെ ഒട്ടുന്ന പരുവത്തിലാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ നമ്മുടെ നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്യാനുള്ളത്, അത് മറക്കണ്ട. എന്നിട്ട് കുഴയ്ക്കുക വീണ്ടും. നമ്മുടെ കൈയൊക്കെ ഇതുപോലെ ഒട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഏകദേശം കുറച്ച് എണ്ണ, അതായത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഡോ നല്ല സോഫ്റ്റായിട്ട് വരത്തുള്ളൂ കേട്ടോ. ഇതാക്കണ്ടോ, നേരത്തെ നല്ല സ്റ്റിക്കി ആയിരുന്നില്ലേ, ഇപ്പോൾ മാറിയേണ്ടില്ലേ. ഇതുപോലെ കുഴച്ചെടുക്കുക. കണ്ടോ, നമ്മുടെ മാവ് നല്ല വലിയുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും വെള്ളം വേണം, അതാണ് ഞാൻ ജസ്റ്റ് എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത്രയും വെള്ളം ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്കൊരു നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഈ മാവിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡോയിലോട്ട് മാവ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നല്ലെണ്ണ ഇത്രയും കിടക്കണേണ്ട ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഫൈനലി ഇതിനെ ഒഴിച്ച് മാറ്റുന്നതായിരിക്കും. ഇതുപോലെ വീണ്ടും നല്ലെണ്ണ ഒഴിച്ചിട്ട് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 മണിക്കൂർ നമ്മൾ ഈ മാവിനെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് കടല ആവശ്യമാണ്, അതായത് കടല വേണം. അതായത് പായസപ്പരിപ്പിനുള്ള കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കടലപ്പരിപ്പില്ലേ, ആ പരിപ്പ് ഞാൻ 3 അവർ വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് വെച്ച പരിപ്പാണ് കേട്ടോ. അതിനെ ഞാനിപ്പോൾ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കടല മുങ്ങന്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് നമുക്ക് 2 വിസിൽ വരുന്നത് വരെ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ 2 വിസിലൊക്കെ വന്നിട്ടുണ്ട്, പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളം കണ്ടോ, ആ വെള്ളവും ആവശ്യത്തിന് അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ വെള്ളം വെക്കാനുള്ള. കണ്ടോ, പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിലുള്ള വെള്ളം ഒരു അരിപ്പയിൽ ഒഴിച്ച് മാറ്റാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുക. കാരണം മൊത്തത്തിൽ എല്ലാ വെള്ളവും പോകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെക്കാനുള്ളത്.
അപ്പോൾ വെള്ളം 10 മിനിറ്റ് ആയിട്ടുണ്ട്, വെള്ളമൊക്കെ മൊത്തത്തിൽ പോയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട്, ഒരു മിക്സിയുടെ ഫുള്ളായിട്ട് ഇടരുത്, 1/4 ഭാഗമായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതാ നന്നായിട്ട് അടിച്ച് പേസ്റ്റാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, ഈ ഒരു പരുവത്തിൽ, ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അത് ഞാൻ എടുത്ത് പറയുന്നു, വെള്ളം ഒട്ടും വേണ്ട കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള കടലയെ നമ്മൾ മൊത്തത്തിലിട്ട് നിറയ്ക്കാതെ മിക്സിയുടെ 1/4 ഭാഗമായിട്ട് അടിച്ചടിച്ചെടുക്കുക. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കടല അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തീ എപ്പോഴും നമ്മുടെ ലോ ടു മീഡിയം ആ ഒരു ഇതിൽ വേണം നമ്മൾ കീപ്പ് ചെയ്യാനുള്ളത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കടലയുടെ ഒരു പച്ച ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോകുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീ നമ്മൾ ശ്രദ്ധിക്കുക, തീ കൂടിപ്പോയാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇരട്ടി ജോലിയായി മാറും. അതുകൊണ്ടിട്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് 1 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തതാണ്. അതിനോടൊപ്പം ഒരു 3-4 ഏലക്ക ഞാൻ പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. 1 കപ്പ് പഞ്ചസാര തന്നെ ധാരാളമാണ്, നല്ല മധുരം ഉണ്ടാവും. നമ്മൾ പിന്നെ പായസവും കൂടെ കൂട്ടി കഴിക്കുമ്പോഴത്തേക്കും നല്ലൊരു മധുരം ഉണ്ടാവും കേട്ടോ. ഇനി നമ്മളിതിനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ കടല നല്ല ജ്യൂസി ആയിട്ട് തോന്നും. ആരും പേടിക്കേണ്ട, അങ്ങനെ ജ്യൂസി ആണെന്ന് വിചാരിച്ച് ആരും ഒരുപാട് മാവൊന്നും ആഡ് ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട കേട്ടോ. അതങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു പരുവത്തിലായി കിട്ടും. അപ്പോൾ ഇത്രയും മതി കേട്ടോ. മാവ് നമ്മുടെ കടലയൊക്കെ നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് ചൂടാറാൻ വെക്കാം. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. അപ്പോൾ നമ്മൾ മാവ് എന്തായി നോക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം 1 hour ആയിട്ടുണ്ട്. എണ്ണ നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ മാവിനെ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. കണ്ടില്ലേ, മാവ് നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ? കണ്ടേ എന്ത് സോഫ്റ്റ് നോക്കിയേ മാവ്. ഓക്കെ, അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് കടല ഓരോ ബോളാക്കി മാറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലോട്ട് കുറച്ച് നല്ലെണ്ണ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു പോർഷൻ എടുക്കുക, ഇതുപോലെ ബോളായിട്ട് പിടിക്കുക കേട്ടോ. ഇനി നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ക്രാക്കൊന്നും വരാൻ പാടില്ല. കണ്ടില്ലേ, ഒരു ക്രാക്ക് ഇല്ലാതെ വേണം നമ്മൾ ബോളാക്കി എടുക്കാനുള്ളത്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ എല്ലാം ബോളാക്കി പിടിച്ച് മാറ്റി വയ്ക്കാം. ഇതുപോലെ പിടിച്ച് ഒരു 9 പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും സ്മോളാക്കിയും ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും നമ്മുടെ കൈവെള്ളയിലോട്ട് കുറച്ച് നല്ലെണ്ണ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് മാവ് എടുക്കുക. എന്നിട്ട് ആ മാവ് നമ്മുടെ കയ്യിൽ വെള്ളയിൽ വെച്ച് തന്നെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് തിന്നായിട്ടൊന്നും പ്രസ് ചെയ്യേണ്ട കേട്ടോ, ഇത്രയും പ്രസ്സിങ് മതി. ആവശ്യമെങ്കിൽ കുറച്ച് നല്ലെണ്ണയും കൂടെ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൽ നിന്നൊരു ബോളെടുത്ത് ഇതിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജ് കൊണ്ടുവന്ന് ഈ ബോളിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ കൂട്ടിമുട്ടിക്കുക. അതിനുശേഷം ഈ നമ്മുടെ അതായത് ഒരു ലെയറായിട്ടാണ് നമ്മളിത് എടുക്കാനുള്ളത് കേട്ടോ. ഈ ബോൾ, അതായത് കടല ഇങ്ങനെ ബോളാക്കി വെച്ചിരുന്ന ഒരു കോട്ടിങ് എന്നുള്ള രീതിയിലാണ് മൈദാമാവ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ചെയ്യില്ലേ, അതുപോലെ ആക്കി എടുത്തിട്ട് എക്സസ് വന്ന മാവ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കതിനെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ ഇതുപോലെ, അതായത് നമ്മൾ ഈ മാവ് ഇങ്ങനെ ബോൾ പിടിച്ച് വെച്ചിരിക്കുന്നത് പോലെ നമ്മൾ ഇപ്പോൾ മൈദാമാവ് ചെയ്തതുപോലെ ചെയ്യരുത് കേട്ടോ, എങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല, ഡ്രൈ ആയിപ്പോവും. അതിനുശേഷം നമുക്ക് ഒരു ചപ്പാത്തി പ്രസ്സി വെച്ച് ഇതിനെ പരത്തിയെടുക്കാം. വളരെ സോഫ്റ്റായിട്ട് വേണം പരത്താനുള്ളത് കേട്ടോ, കാരണം കടല അകത്തുണ്ടെന്ന് നമ്മൾ വിചാരിച്ച് അത് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാൻ അരിമാവാണ് കേട്ടോ ഡസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മൈദാമാവല്ല, അരിമാവ് ഡസ്റ്റ് ചെയ്താലേ നമുക്കൊരു ഗ്രിപ്പ് ഉണ്ടാവത്തുള്ളൂ. മതി. ഇനി നമുക്ക് ഈ മാവിനെ പൊടിമാവൊന്ന് മാറ്റിക്കളയാം. അപ്പോൾ നമ്മളിനി വിചാരിക്കും നമുക്ക് ഇത്ര ചെറുതാണോ, അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരിച്ച് വലുതാക്കാം ചെറുതാക്കാം ഒക്കെ ചെയ്യാം. ഇനി ഒരു ചൂടായ പാത്രത്തിലോട്ട് തവയിലോട്ട് നമുക്ക് ഈ ബോളി ഇട്ട് കൊടുക്കാം. കണ്ടോ, ഒന്ന് പൊള്ളി വരുമ്പോഴത്തേക്കും നമുക്ക് ചട്ടുക ഉപയോഗിച്ച് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഒരുപാടിട്ട് നമ്മൾ കരിച്ച് ഡ്രൈ ആക്കി ഹൈ ഫ്ലെയിമിലൊന്നും ചെയ്യരുത്, എങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന പരുവത്തിൽ കിട്ടത്തില്ല. അതിനുശേഷം നമുക്കൊന്ന് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാ കണ്ടില്ലേ, പൊള്ളി വരുന്നുണ്ടില്ലേ.
ഇനി നമുക്ക് അതിനെ ഒന്ന് മാറ്റാം. നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ചൂട് കൂട്ടിയിട്ട് ചെയ്യരുത്. വീണ്ടും ഒരുപാട് നേരം ബോളി നമ്മുടെ ഈ തവയിലിട്ട് ചൂടാക്കരുത്, എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പരുവം കിട്ടില്ല. അതാ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ, കണ്ടോ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ബോളി തയ്യാറാക്കാനുള്ള. ഇതുപോലെ വേറെണ്ണോ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോളിയുടെ ആ ഒരു കൂട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തത്തിലെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ സോഫ്റ്റാണ്. അപ്പോൾ കയ്യിൽ പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ നമ്മുടെ ഈ ബോളിയുടെ റെസിപ്പി? അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ പ്ലീസ് നമ്മൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയ ഒരു വീഡിയോ വരുന്നത് വരെ ബൈ.